ദന്തിപാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാപാരിയുടെ കലത്തിൽ കണ്ണൻ പെട്ടുപോയിട്ടുള്ള ഒരു കഥേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വൃന്ദാവനത്തിലെ ജനങ്ങളുടെ ഒക്കെ ആ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്ന് കിട്ടുന്ന പാലും നെയ്യും അതൊക്കെ തന്നെയാണ്. അതെല്ലാതും അവർ ഒരു ഒരു നിശ്ചിത അളവിലുള്ള സാധനങ്ങളെല്ലാം ആ ഒരു നന്ദഗോപരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യണത്. ആ കാലത്ത് കംസന് കപ്പം കൊടുക്കുന്ന ഒരു പരിപാടി ഗോകുലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കംസന് നല്ല ഒരു സംഖ്യയുടെ സാധനങ്ങൾ അവർ കപ്പം കൊടുക്കണമായിരുന്നു. ആ ബാക്കി വന്ന സാധനങ്ങളാണ് അവർ വിറ്റിട്ടാണ് അവരുടെ ജീവിതം. ആ ഇടയ്ക്ക് നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും കൂടി ഒരു പൊന്നുണ്ണി പിറക്കാണ്. ആ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ടായി പിന്നെയുള്ള ആ ഒരു ഗോകുലത്തിലെ ജനങ്ങളുടെയൊക്കെ ജീവിതം. അവർ പാലും തൈരും ഒക്കെ ഏൽപ്പിക്കാൻ വരുമ്പോഴും ഉണ്ണിക്കണ്ണനെ കാണുക എന്നുള്ള ഒരു വിചാരം കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വ്യാപാരി, ദന്തിപാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാപാരി കണ്ണൻ്റെ ആ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഉണ്ണിക്കണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു വീടിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ധാരാളം ധനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ണിക്കണ്ണന് ഒരു പട്ടുകോണകം വാങ്ങി സൂക്ഷിച്ച് വെക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ നന്നായിട്ട് പൊട്ടടി വെച്ച് നടക്കുക മാത്രമല്ല, കുഞ്ഞിക്കാല് വലിച്ചു വെച്ചിട്ട് നന്നായിട്ട് ഓടാനും അറിയാം ഉണ്ണിക്കണ്ണന്. അങ്ങനെ ആ ഒരു അതിസുന്ദരനായ ഉണ്ണി ഇങ്ങനെ പുഞ്ചിരി തൂകിയിട്ട് ജനങ്ങളെല്ലാം തൻ്റെ ആ ഒരു മുഖകമലത്തിലേക്ക് വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യശോദാമ്മ ഉണ്ണിക്കണ്ണനെ രാവിലെ എഴുന്നേറ്റ് നല്ല ചൂടുവെള്ളത്തിൽ നല്ല മഞ്ഞളും അതുപോലെ എണ്ണയും ഒക്കെ തേപ്പിച്ച് അങ്ങനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് കണ്ണിൽ അഞ്ജനം എഴുതിക്കുകയാണ്. അഞ്ജനം എഴുതിക്കുന്ന സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ ഉറക്കെ കരയാണ്. അത് കാണുമ്പോൾ യശോദാമ്മ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു പീലി തിരുമുടിയെല്ലാം നേരെ കെട്ടിവെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കിരീടം തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അളകങ്ങളൊക്കെ കൈകൊണ്ട് നേരെയാക്കിയിട്ട് ആ കെട്ടിവെച്ച തിരുമുടിയിൽ പീലി വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ണൻ്റെ ആ ഒരു കാതുകളിലൊക്കെ കുണ്ടലങ്ങൾ അണിയിച്ചു. അത് കഴിഞ്ഞ് ഒരു പുലിനഖം കൊണ്ടുള്ള ഒരു മാല ഉണ്ട്, അത് ഇടിയിച്ചിട്ട് കണ്ണനെ സുന്ദരനാക്കുകയാണ് യശോദാമ്മ. എന്നിട്ട് ആ ഒരു കണ്ണൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് യശോദാമ്മ. ആ സമയത്ത് എവിടെ നിന്നോ ഒരു മയില് പാറി വരികയാണ് യശോദാമ്മയുടെ അടുത്തേക്ക്. എന്തോ കണ്ണനോട് പറയാനം എന്നുള്ള തോന്നൽ ആ മയിലിനുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണനെ എടുത്ത് കളിപ്പിക്കുന്ന സമയത്താണ് യശോദാമ്മ ആ ഒരു പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ഓടുകയാണ് ആ പാല് വാങ്ങി വെക്കാൻ. കണ്ണന് ദേഷ്യം വന്നു. കാരണം അമ്മയുടെ മടിയിലിരുന്ന് കളിച്ച കണ്ണനെ എടുത്ത് നിലത്ത് വെച്ചതുകൊണ്ട് കണ്ണന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ഉണ്ണിക്കണ്ണൻ വേഗം ഒരു വലിയ വടി എടുത്തിട്ട് ആ കലത്തിന് രണ്ടാ കൊടുത്തു. അതോടുകൂടി കലത്തിലെ തൈരെല്ലാം മറിഞ്ഞുപോയി. ഇത് കണ്ടിട്ടാണ് യശോദാമ്മ അവിടേക്ക് ഓടി വരുന്നത്. യശോദാമ്മയ്ക്ക് ദേഷ്യം സഹിച്ചില്ല. യശോദാമ്മ ഒരു വടിയെടുത്തിട്ട് ഉണ്ണിക്കണ്ണനെ തല്ലാൻ വേണ്ടി ഓടുകയാണ്. ഉണ്ണിക്കണ്ണൻ ആലോചിക്കുകയാണ്, എന്തായാലും അമ്മ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിയടിക്കും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കുഞ്ഞിക്കാല് വലിച്ചു വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം കൊടുക്കുകയാണ് അടുത്ത വീട്ടിലെ ആ ഒരു ദന്തിപാണ്ഡ്യൻ്റെ വീട്ടിലേക്ക്. അവിടെ ഇങ്ങനെ ദന്തിപാണ്ഡ്യൻ ആ ഒരു മുറ്റത്തിരുന്നിട്ട് കൃഷ്ണ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉണ്ണിക്കണ്ണൻ ആ മുടിയൊക്കെ ഒലിഞ്ഞ് പീലിയൊക്കെ താഴത്തേക്ക് വീണിട്ട് അങ്ങനെ ഓടി വരികയാണ് ദന്തിപാണ്ഡ്യൻ്റെ അടുത്തേക്ക്. അത് ദന്തിപാണ്ഡ്യൻ ദൂരെ നിന്നിട്ട് തന്നെ കാണുന്നുണ്ട്. എന്നിട്ട് ദന്തിപാണ്ഡ്യൻ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ നോക്കുകയാണ്. അങ്ങനെ ഉണ്ണിക്കണ്ണന് വരുന്ന സമയത്ത് കോണകമൊന്നുമില്ല, അങ്ങനെ ഓടി പോകുന്നതാണ് ദന്തിപാണ്ഡ്യൻ്റെ വീട്ടിലേക്ക്. ദന്തിപാണ്ഡ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അമ്മ ഇപ്പം എന്നെ തല്ലും, ഞാൻ
എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ ദന്തിപാണ്ഡ്യൻ പറയാണ്, ഉണ്ണി ഒരു പണി ചെയ്യൂ, ഉണ്ണി അപ്പുറത്തതാ ഒരു വലിയ കലം കിടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉണ്ണി ഒളിച്ചോളൂ എന്ന് പറയാണ് ദന്തിപാണ്ഡ്യൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ഉണ്ണിക്കണ്ണൻ ഓടി ചെന്നിട്ട് കലത്തിൽ കയറി ഒളിക്കുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടെ യശോദാമ്മ ഓടി വരികയാണ്. ഉണ്ണി എവിടെ എന്ന് ചോദിക്കുകയാണ് ദന്തിപാണ്ഡ്യൻ്റെ അടുത്ത്. ദന്തിപാണ്ഡ്യൻ പറയാണ്, ഇല്ല, ഉണ്ണീനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഉണ്ണി എങ്ങടാ പോയത് എന്നറിയില്ല എന്ന് പറയണ്. വീണ്ടും വീണ്ടും യശോദാമ്മ അവിടെയുള്ളവരോടൊക്കെ നടന്ന് ചോദിക്കുകയാണ്. ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വടിയും കയ്യിൽ പിടിച്ചിട്ട് യശോദാമ്മ തിരിഞ്ഞ് നടക്കുകയാണ്. മനസ്സിൽ വിചാരിക്കുകയാണ്, ഉണ്ണി ഇങ്ങോട്ട് വരട്ടെ, ഉണ്ണിക്ക് രണ്ടാ പൊട്ടിച്ചു കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് ദന്തിപാണ്ഡ്യൻ്റെ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ ആ ഒരു കലത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ പറയാണ്, എന്നെ പുറത്തേക്ക് വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദന്തിപാണ്ഡ്യൻ എന്താ പറയുന്നത്, അങ്ങ് സാക്ഷാൽ നാരായണനാണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് അവസാന കാലത്ത് മോക്ഷം പ്രദാനം ചെയ്തു തരാം എന്ന് വാക്ക് തരൂ. അതുമാത്രല്ല, ഗോകുലത്തിലെ ജനങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ മോക്ഷം വാഗ്ദാനം ചെയ്താൽ ഞാൻ പുറത്തെടുക്കാം എന്ന് പറയണ്. അങ്ങനെ ഉണ്ണിക്കണ്ണൻ, ഞാൻ എന്താ വാഗ്ദാനം തന്നിരിക്കുന്നു എന്ന് പറയാം. വേഗം ദന്തിപാണ്ഡ്യൻ ആ ഉണ്ണീനെ എടുത്തിട്ട് മേലുള്ള തൈരൊക്കെ തുടച്ച് കളയാണ്. എന്നിട്ടും ഉണ്ണിക്കണ്ണൻ പോവാൻ കൂട്ടാക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദന്തിപാണ്ഡ്യൻ ചോദിക്കണേ, എന്താ പോവാത്ത എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ണ് ചീമ്പിയിട്ടാണ്. ഇനി തിരിച്ചു പോകുമ്പോൾ ഗോകുലത്തിലെ ഗോപികമാരും അതുപോലുള്ള ഗോകുലത്തിലെ ജനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് പട്ടുകോണകമില്ലാതെ പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയുടെ കയ്യിലുള്ള ആ പട്ടുകോണകം തരണം എന്ന് പറയാണ്. ഇത് കേട്ട് ദന്തിപാണ്ഡ്യൻ ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു പട്ടുകോണകം പൊന്നുണ്ണീനെ അണിയിച്ചു കൊടുക്കുകയാണ്.